2025 ജൂൺ 5 പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനം GVHSS പുത്തൂർ സ്കൂളിൽ സമുചിതമായി ആചരിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഫലവൃക്ഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് PS, വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ നളിനി വിശ്വംഭരൻ, VHSE പ്രിൻസിപ്പൽ ടിനോ മൈക്കിൾ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മരതകം ടീച്ചർ, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് സുനിത ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും PTA അംഗങ്ങളും രക്ഷാകർത്താക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കവിതാലാപനം, ഫ്ലാഷ് മോബ്, പപ്പറ്റ് ഷോ, പ്രസംഗം, റാലി എന്നിവ അരങ്ങേറി. തുടർന്ന് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായി മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാഹുൽ രാജേന്ദ്രൻ നയിച്ചു. പരിസ്ഥിതി ക്ലബ് കൺവീനർ സീന ടീച്ചർ നന്ദി പറഞ്ഞു.
ശ്രീമതി മിനി വന്നിട്ടുണ്ട്. നമുക്കത് ഇവിടെ ഉദ്ഘാടനത്തിന് ശേഷം നമ്മളൊരു ചെറിയ പ്രൊസഷനായിട്ട് ഒരു ഘോഷയാത്രയായിട്ട് പുത്തൂർ സെൻറ്റർ വരെ പോയിട്ട് തിരികെ വന്ന് നമ്മുടെ പ്രധാന പരിപാടിയായിട്ടുള്ള മരനടി അതാണ് ഇന്നത്തെ. അതിനുശേഷം ക്ലാസ് ബോധവൽക്കരണം തീരുമാനിച്ചത്. എല്ലാ വർഷവും ജൂൺ 5-ന് നല്ല രീതിയിൽ തന്നെ നമ്മൾ പരിസ്ഥിതി ദിനാചരണം കൊണ്ടാടാറുണ്ട്. ഈ വർഷവും നമ്മൾ ഇവിടെ ഏറ്റെടുത്തത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 100% കൈവരിച്ച് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളോടാണ് കൂടുതൽ പറയാൻ. വളർന്നു വരുന്ന ഭാവി തലമുറയാണ് അത് ഏറ്റവും കൂടുതൽ കാത്ത് സംരക്ഷിക്കപ്പെടേണ്ടത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ഇന്ന് നമ്മൾ കാണുന്ന പ്രകൃതിയെ നോവിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മൂലമാണ്. അതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്കുള്ള സസ്യജാലങ്ങളെ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ സ്കൂളിൽ ഇപ്പോൾ തൈക്കളൊക്കെ വയ്ക്കുന്നുണ്ട്. അത് നന്നായി നോക്കി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മുടെ വീടുകളിലായാലും ആ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടണം. നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾ മുറിക്കുമ്പോൾ, ഒരു മരം മുറിക്കുമ്പോൾ 5 മരമെങ്കിലും വെക്കണമെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ ഒരു മരം നമ്മുടെ വീട്ടിൽ നിന്ന് മുറിച്ച് മാറ്റിയാൽ അതിന് വീട്ടുകാരെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ തൈ കൊണ്ടുവന്ന് വെക്കുക. നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. അതിനോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാർ വീട്ടുകാരെ സഹായിക്കുക ഇത്തരം കാര്യങ്ങൾ. അതുപോലെ വീട്ടുകാരുടെ സഹായമൊന്നും വേണ്ട. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ടീച്ചേഴ്സിനും ഒരു പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടാകണം. ഓരോ കുട്ടികൾക്കും കൊടുക്കണം. നോക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിന് വേണ്ട പരിഹാരങ്ങൾക്ക് ഏറ്റവും മുൻകൈ